സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ കിങ്സ് ലേൺ ബാച്ചിലെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ റെഗുലറായി കണ്ടു തുടങ്ങി. അപ്പോൾ കുറേ കുട്ടികൾക്കുള്ള സംശയം, എങ്ങനെയാണ് നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബാക്ക്ലോഗ്സ് മാനേജ് ചെയ്യുക? അപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ വന്ന് നിങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാമെന്ന്. സോ ഫസ്റ്റ് തിങ് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ എവറി ഡേ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 hours സ്റ്റഡി ടൈം കിട്ടുന്ന രീതിയിൽ. സ്റ്റഡി ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അത് അസൈൻമെൻറ്റ് ചെയ്യുന്ന ടൈമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ടൈമോ അല്ല. സ്റ്റഡി ടൈം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ, ഇപ്പം നിങ്ങൾക്ക് പ്രോബ്ലംസ് ഫിസിക്സ് കെമിസ്ട്രി ചെയ്ത് നോക്കാനും അതുപോലെ ബയോളജി വായിച്ച് പഠിക്കാനും ക്വസ്റ്റ്യൻസ് ചെയ്യാനുമായിട്ട് ഒരു 3 hour ടൈം ഡെയിലി കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ ഡേയിനെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ യൂസ് യുവർ പ്രിഫറബിൾ ടൈം. ഫോർ എക്സാമ്പിൾ, ചില കുട്ടികൾക്ക് രാത്രി പഠിക്കുന്നതാണ് ഇഷ്ടം, ചില കുട്ടികൾക്ക് രാവിലെ എണീറ്റ് പഠിക്കുന്നതാണ് ഇഷ്ടം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് രാത്രി ഒരുപാട് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എക്സ്റ്റെൻഡ് ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല എങ്കിൽ യു ക്യാൻ ടേക്ക് 2 hours അറ്റ് നൈറ്റ്, പിന്നെ ഒരു 1 hour മോർണിംഗ്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ സ്റ്റഡി ടൈം ടേബിളിനെ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു 1 day ഓഫ് ഉണ്ടാവില്ലേ അല്ലേ? ഈ ഓഫ് ഡേ ആണ് നിങ്ങളുടെ ക്രിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ. ഈ ഓഫ് ഡേ ആസ് നിങ്ങൾ ഇപ്പോൾ റെഗുലറായിട്ട് എല്ലാ ദിവസവും പഠിക്കാൻ ഒരു 3 hours സെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഓഫ് ഡേ നിങ്ങൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യണം? നിങ്ങളുടെ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യുന്നതിന് യൂസ് ചെയ്യണം. അപ്പോൾ ഈ ബാക്ക്ലോഗ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് മേക്ക് എ ടൈം ടേബിൾ. ഒരു വീക്കിലെ 1 ഡേയിൽ നിങ്ങൾ ആകെ എടുക്കാനുള്ളത് 2 സബ്ജക്റ്റിലെ ഏതെങ്കിലും ടോപ്പിക്കാണ്. ഫോർ എക്സാമ്പിൾ, ബയോളജിയിൽ ഇപ്പോൾ സുവോളജിയിൽ നിങ്ങൾക്ക് ബാക്ക്ലോഗ് ആയിട്ട് വന്നിട്ടുള്ളത് ബയോമോളിക്യൂൾസ് ആണെന്ന് ഇരിക്കട്ടെ. അറ്റ് ദ സെയിം ടൈം കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് മറ്റൊരു ചാപ്റ്റർ ആണ് വന്നിട്ടുള്ളത്. സോ ഒരു ദിവസം നിങ്ങൾ 2 ചാപ്റ്റർ എടുക്കുക. 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാന്നല്ല, അതിലൊരു പെർട്ടിക്കുലർ പോർഷൻ വരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ വീക്ക്ലി എന്ത് ചെയ്യുക? ഒരു ഓഫ് ഡേ ഉള്ള ദിവസം നിങ്ങൾ ബാക്ക്ലോഗിന് വേണ്ടി മാത്രം അന്ന് പഠിക്കുന്ന ഒരു 3 അല്ലെങ്കിൽ ഒരു 4 hours, അപ്പോൾ നമുക്ക് ഓഫ് ഡേ വരുമ്പോൾ നമുക്കൊരു 4 hours എക്സ്റ്റെൻഡ് ചെയ്ത് പഠിക്കാം. അതിലൊരു 2 hours വൺ സബ്ജക്റ്റ്, 2 hours അനദർ സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. ഇത് നിങ്ങൾ ഒരു 2 weeks പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 2 weeks പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞേച്ച് നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് ഫെർദർ എങ്ങനെ ഈ ഒരു ടൈം ടേബിളിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമ്മുടെ ബാക്ക്ലോഗ്സിനെ ക്ലിയർ ചെയ്യാമെന്ന് മിസ് പറഞ്ഞു തരും. സോ ദ ഫസ്റ്റ് തിങ് ഇസ് എവറി ഡേ 3 hours സ്റ്റഡി ടൈം. അത് സ്റ്റഡി ടൈം ആണ്, നോ അസൈൻമെൻറ്റ് ടൈം, നോ വർക്ക് ടൈം, ജസ്റ്റ് സ്റ്റഡി ടൈം. പക്ഷെ 3 hours ഒരു ദിവസം കിട്ടണം. ആൻഡ് ഓൺ യുവർ വീക്ക് ഓഫ് യു ഹാവ് ടു ഗെറ്റ് 4 hours സ്റ്റഡി ടൈം. ഇതിൽ 2 hours ലൈക്ക് ഓൾ ദ 4 hours, 2 hours ഫോർ ഈ സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ ബാക്ക്ലോഗ് ക്ലിയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ? സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്.